നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു നറുക്കെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു വീഡിയോ ഓടുന്നുണ്ട്. അത് മറ്റാരുമല്ല, പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീഡിയോ. നിങ്ങൾ എല്ലാവരും ഒരുവിധ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? നറുക്കെടുപ്പിന്റെ വീഡിയോ കാര്യങ്ങള്. റൈറ്റ് ഹാൻഡർ ആയ കുഞ്ഞാന് ലെഫ്റ്റ് കൈ കൊണ്ട്, ഇടത് കൈ കൊണ്ട് നറുക്കെടുക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്നോട് ഒരുപാട് ആളുകൾ മെസ്സേജ് വിട്ടു, ജംഷെ ഈ എന്താ ഇതിൽ പ്രതികരിക്കാത്തത്, ഈ ഒരുപാട് വീഡിയോകളിൽ പ്രതികരിക്കുന്ന അല്ല എന്താ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ആയിട്ട്, ഒന്നൊന്നര ആഴ്ച ആയിട്ട് നമ്മളുടെ ആ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ തിരക്കിലായിരുന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത ആളുകൾ നിർബന്ധമായിട്ടും അത് കാണുക. കാരണം ഞാൻ മുൻപ് ചെയ്ത ആ ചാരിറ്റി വീഡിയോയുടെ വളരെ കൃത്യമായ കണക്ക് വിവരങ്ങളാണ് ആ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അതിന്റെ പുറകിലായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോഴാണ് ഇപ്പൊ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇതിൽ ആദ്യമേ പറയാനുള്ളത്, കുഞ്ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ആ നറുക്കെടുപ്പിലെ ഒന്നാം പ്രൈസ് നറുക്കെടുത്തത് കുഞ്ഞാന് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. കാരണം അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അവിടെ എത്രയോ ആളുകളുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് നറുക്കെടുപ്പിക്കണമായിരുന്നു. അതാണ് കുഞ്ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ അത് മൊത്തത്തിൽ ഇളക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ഉള്ളിൽ നിന്ന് ഇളക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇളക്കിയിട്ടില്ല, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതിന്റെ അടി പോയിട്ട് ഇത് തുഴഞ്ഞെടുക്കണം എന്ന് ഒരു നിർബന്ധമില്ലല്ലോ. അതിന്റെ നടുകുന്ന് എടുത്തു കഴിഞ്ഞാലും ആളെ കിട്ടും. ജെനുവിൻ കേസാണ് വെച്ചെങ്കിൽ അങ്ങനെ സംഭവിക്കും. അല്ല തട്ടിപ്പും ഉടായിപ്പാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്തു നിന്നാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ സ്ഥലത്ത് തന്നെ കയ്യെത്തും വരെ നമ്മൾ തുഴഞ്ഞു പോയിട്ട് അവസാനം ആ സ്ഥലത്ത് എത്തി നമ്മളുടെ ആ മാർക്കും നമ്മളുടെ എല്ലാ കാര്യങ്ങളും കിട്ടിയതിന് ശേഷം അതെടുത്ത് പോരുകയാണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ടൈം കൊടുക്കും. അത് നല്ലോണം ടിക്കറ്റ് മാറ്റിയിട്ട് തിരയേണ്ടിയൊക്കെ വരും. അങ്ങനെയാണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുള്ളത്. ഈ കുഞ്ഞാനെ അനുകൂലിക്കുന്ന ആളുകളായി കഴിഞ്ഞാലും കുഞ്ഞാനെ മോശമാക്കുന്ന ആളുകളായി കഴിഞ്ഞാലും കഴിഞ്ഞാലും ആ വീഡിയോ കാണുമ്പോൾ അതിൽ എന്തോ ഒരു ഉടായിപ്പ് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ എന്തായാലും ഈ വീടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് വയനാട്ടിലുള്ള ഒരു വ്യക്തിക്കാണ്. ഞാൻ വയനാട് പോകണമെന്ന് കരുതിയാണ്. അതിനുള്ള ടൈമും കാര്യങ്ങളും റെഡി ആയില്ല, അതുകൊണ്ട് പോയിട്ടില്ല. പിന്നെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാസർക്കായെ ഞാൻ വിളിച്ചതാണ്. കൊടുകിലില്ല, ഈ വീടിന്റെ ഓണർ നാസറിനെ വിളിച്ചപ്പോ നാസർ അയാളുടെ എന്താ പറയാ, ഈ നറുക്ക് കിട്ടിയ ഷാഫ് ഉണ്ടല്ലോ, ഷാഫിന്റെ നമ്പർ പോലെ എന്താ പറയാ ബാംഗ്ലൂരാണ്, അവിടെയാണ്, ഇവിടെയാണ്, കട്ടപ്പടിയാണ്, മറിച്ചാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ നാസറിനോട് പറഞ്ഞു, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നമ്പർ കൊണ്ടാ, അഡ്രസ്സ് കൊണ്ടാ. നീ ബാംഗ്ലൂരല്ല, ഓല് മറ്റേ ബോംബെയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഞാൻ പോയി കണ്ടോളാം, ഞാൻ സംസാരിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞാണ് നാസറിനോട്. പക്ഷെ എന്ത് ചെയ്ത് നാസർ ഇന്ന് വരെ, ഈ മിനിഞ്ഞാന്നാണ് ഞാൻ നാസറിനെ വിളിച്ചത്, ഇന്ന് വരെ നാസർ ഒരു വിളിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ നാസർ തന്നിട്ടില്ല. എന്തായാലും ഇതിൽ പറയാനുള്ള മറ്റു കുറച്ച് കാര്യങ്ങള്, നാസറിന്റെ ഭാര്യ വീടിന്റെ അടുത്ത എന്താ പറയാ മകന്റെ സുഹൃത്താണ് ഈ ഷാഫി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനി ആര് തന്നെ ആയിക്കോട്ടെ, സുഹൃത്തുക്കൾക്ക് കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ ഉറ്റ ആളുകൾക്ക് കിട്ടാൻ പാടില്ല ഒന്നൊന്നും നമ്മളിവിടെ ആരും പറയുന്നില്ല. ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് ജെനുവിൻ ആവണം, അത്ര മാത്രമാണ്. കാരണം ഞാനും ഒരു വീട് നറുക്കെടുപ്പിന്റെ വീഡിയോ ചെയ്തതാണ്. അതിന്റെ കാര്യം ഞാൻ ഈ മാസത്തോട് കൂടിയിട്ട്, ഈ മാസം അല്ല അടുത്ത മാസത്തിനുള്ളിൽ ഞാനത് തീരുമാനമാക്കും. ഒന്നെങ്കിലും നറുക്കെടുത്ത ആളുകൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറയും, അല്ല എന്നുണ്ടെങ്കിൽ ആ നറുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറയും. രണ്ടിലൊന്ന് നമ്മൾ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളൊന്നും നടത്തലില്ല. അതുകൊണ്ട് അങ്ങനത്തെ തട്ടിപ്പും വെട്ടിപ്പോ നടത്തില്ല പരിപാടിക്ക് എന്നെ കിട്ടൂല, അതിന് ഞാൻ കൂട്ടിക്കൂല. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ കുഞ്ഞാനെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തന്നെ ഒരാളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി പറയാം. ഹായ് കുഞ്ഞാനെ, നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി. ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന്, പ്രതികരിക്കന്നെ ചെയ്യും. ഈ ഷാഫി എവിടെ അല്ല കുഞ്ഞാനെ, ആരോ പറയുന്നത് മാനന്തവാടിന്ന്. ഈ ഷാഫി എവിടെ അല്ല, ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. ഈ നാസർ എവിടുന്ന കല്യാണം കഴിച്ചേ? ചെതലത്തുനിന്ന്. നാസറിന്റെ മകനേടല്ലേ? ചെതലത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കണ പണിയാ? അല്ല, ഓന് ഒരു സ്വർണ്ണപ്പീടിയിലെ പണിക്കാരൻ. ഈ സ്റ്റോൺ വിരിക്കണ ആരാ? കട്ടപ്പണിക്കാരൻ ആരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകനും എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്, ഒരു ത്യാഗം ചെയ്തോന്. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ നിങ്ങൾ ഓമ്പിച്ചോളി, മാറി മറ്റേ ഓമ്പിക്കരുത്. അപ്പൊ അതാണ് പറയാനുള്ളത്. ജനങ്ങളെ ഇയാൾ പറഞ്ഞ മാതിരി തന്നെ ചെയ്യുമ്പോ അതിലൊരു ഒളിയും മറയൊക്കെ വേണ്ടേ? ഇയാളിപ്പോ പറയുന്നത് വളരെ കൃത്യമായിട്ട്, ഇയാളെ നാട്ടുകാരനാണ്, ഇയാൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് ഇയാൾ അതിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഷാഫി
ഒരു 13 ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവര് വാട്സപ്പ് വഴി ആയിരിക്കണം ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇനി വാട്സപ്പ് വഴി ആണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ വാട്സപ്പിലെ ചാറ്റിംഗ് ഉണ്ടാവും. ഇനി പോട്ടെ, വാട്സപ്പ് ചാറ്റിംഗ് നിങ്ങൾ ക്ലിയർ ചാറ്റോ എന്താ വെച്ചാൽ അടിച്ചു പോയിക്കോളും, ഇനി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. ഓക്കെ, അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ടു, അതും നമ്മൾ സമ്മതിക്കണേ. നിങ്ങളെ രണ്ടാളെയും ഫോൺ നഷ്ടപ്പെട്ടു, രണ്ടാളെയും വാട്സപ്പ് ക്ലിയർ ചാറ്റ് അടിച്ചു, ഒക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട്. ഈ പറയുന്ന ഷാഫി ഈ നാസർക്കാക്ക് ടിക്കറ്റിന് വേണ്ടിയിട്ട് പണം അയച്ചു കൊടുത്തത് കയ്യിലാവില്ലല്ലോ. വയനാട് നിന്ന് ഇപ്പൊ കൊടുക്ക് പോയിങ്ങാണ്ട് കയ്യിൽ ടിക്കറ്റ് എടുത്ത് പോന്നിട്ടൊന്നും ഉണ്ടാവില്ല. എന്തായാലും അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കും. അത് ചിലപ്പോൾ ഗൂഗിൾ പേ ആയിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിരിക്കും, ആപ്പ് വഴി ട്രാൻസ്ഫർ ചെയ്തതായിരിക്കും. ഏത് ട്രാൻസാക്ഷൻ ആണ് വെച്ചാലും നിങ്ങളുടെ ഡേറ്റ് ഉണ്ടാവുമല്ലോ, ഈ പൈസ കൊടുത്ത ഡേറ്റ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഇപ്പൊ നറുക്കെടുപ്പ് നടന്നിട്ട് അധികം ദിവസമായിട്ടില്ലല്ലോ. എന്തായാലും അതിന്റെ 2-3 ആഴ്ച മുന്നേ നിങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. തലീസം ആവും നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകുക അല്ലേ. അപ്പൊ അന്ന് ആ ദിവസത്തെ ആ സ്റ്റേറ്റ്മെന്റ് ഇതാക്കണം, ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് 13 ടിക്കറ്റ് എടുത്തു, അതിന് ഇത്ര പൈസ കൊടുത്തു, ഇതാ നാസർ ഖാന്റെ അക്കൗണ്ടിലേക്കാണ് കൊടുത്തത് എന്നുള്ള ആ ഒരു രേഖ നിങ്ങൾക്ക് ജനങ്ങളുടെ മുൻപിലേക്ക് ഹാജരാക്കാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കണം. കാരണം എന്താ വെച്ചാൽ ഇവർ ടിക്കറ്റ് എടുത്തെന്ന് പറയുന്നതിന് തെളിവ് വേണമല്ലോ. ഈ ആളുകൾ ജെനുവിനാണ്, ഓക്കെ, കിട്ടിയ ആളുകൾ ജെനുവിനാണ്, അങ്ങനെ ആളുകൾ നിലവിലുണ്ട്, അതൊക്കെ നമ്മൾ സമ്മതിച്ച്. പക്ഷെ ഈ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ടേയും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ടിക്കറ്റ് അയാൾക്ക് അടിച്ചു, രജിസ്ട്രേഷൻ ചെയ്യുന്ന വീഡിയോകൾ ഇടിയും. ഈ ചങ്ങായിക്ക് ഷാഫിക്ക് ആ വീടും പറമ്പ് രജിസ്ട്രേഷൻ ചെയ്യുന്ന വീഡിയോ, അതുപോലെ തന്നെ ജെമിനി എന്ന് പറയുന്ന ഒരു വാഹനം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നത്, ആ വാഹനം കൈമാറുന്ന അയാളുടെ പേരിലേക്ക് RC മാറ്റുന്ന വീഡിയോ, ഇതൊക്കെ നിങ്ങൾ ഇടിയും. ബാംഗ്ലൂരിൽ ഒരാൾക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജെമിനി എന്ന് പറയുന്ന ആ വാഹനം കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ആ വാഹനം കിട്ടിയ ആളുകൾക്ക് അത് കൈമാറിയിട്ട് അത് അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിന്റെ വീഡിയോ A to Z നിങ്ങൾ ഇതിൽ കൊടുത്ത എല്ലാ സമ്മാനങ്ങളും കൈമാറിയതിന്റെ വിത്ത് പ്രൂഫ് നിങ്ങൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് വിടും. കാരണം ഇതിൽ ടിക്കറ്റ് എടുത്ത ഒരുപാട് ആളുകൾക്ക് പരാതി ഉണ്ട്. ടിക്കറ്റ് എടുത്ത ആളുകളാണ് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ അതിൽ ടിക്കറ്റ് എടുത്തിട്ടില്ല. പക്ഷെ അത് ചോദിക്കാൻ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആളുകൾക്ക് പരാതി ഉണ്ടായത് കൊണ്ട് അവർ നമ്മളോട് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും ചോദിക്കുന്നതും. അല്ലാതെ ഞാനത് ചോദിക്കണമെന്ന് ഒരു നിർബന്ധമല്ല. പക്ഷെ ഇത് ജനങ്ങളെ മൊത്തത്തിൽ പറ്റിച്ച ഇതില് ഉൾപ്പെട്ട് ടിക്കറ്റ് എടുത്ത ഒരുപാട് ആളുകളുണ്ട്. 1-2 ആളുകളല്ല, ആയിരക്കണക്കിന് ആളുകളാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. ഇങ്ങനെയൊന്നും കള്ളത്തരം ചെയ്യേണ്ട ആവശ്യമല്ല. നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ച നറുക്ക് വിറ്റ് പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 1ാം സമ്മാനം വീട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, വീണ്ടും നാസർക്ക ബാധ്യതയിലേക്ക് പോകും. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 2ാം സമ്മാനമായ ജെമിനി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ താറ് എന്ന് പറയുന്ന ആ വാഹനം നിങ്ങൾക്ക് കൊടുത്തിട്ട്, ആ വാഹനത്തിന്റെ പൈസ എന്തായാലും കിട്ടിയിരിക്കണല്ലോ, ആ വാഹനം കൊടുത്തിട്ട് നമ്മൾ 1ാം സമ്മാനമായി ഇതാണ് നൽകുന്നത്, 2ാം സമ്മാനമായി മറ്റു ചെറിയ ചെറിയ സാധനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. അങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് ഈ നറുക്കെടുപ്പ് പൂർത്തിയാക്കാമായിരുന്നു. ഇവിടെ ആരും നിങ്ങളോട് ഫസ്റ്റ് പ്രൈസ് വീട് കൊടുക്കൽ നിർബന്ധമാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്ക് അത് നറുക്ക് കിട്ടിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷ നറുക്ക് വന്നില്ല, നിങ്ങൾക്ക് ഇയാളുടെ ബാധ്യതയും കടബാധ്യതയും തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ നാട്ടിലെ ആളുകളൊക്കെ ഒന്ന് കൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നറുക്ക് എടുക്കുന്നതിൽ 1ാം സമ്മാനം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സമ്മാനങ്ങൾ കൊടുത്ത് സുതാര്യമായിട്ട് ഇത് നടത്താമായിരുന്നു. ഇത്രത്തോളം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരില്ല അല്ലെ. അതുപോലെ തന്നെ നറുക്ക് എടുക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ കുട്ടികളെ വെച്ചുകൊണ്ട് നറുക്ക് എടുക്കണമായിരുന്നു. ഇതിപ്പോ എന്തോ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ, മുൻകൂട്ടി നിങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തതുപോലെ ഉള്ള വീഡിയോസുകളാണ് ഇപ്പൊ വരുന്നത്. അതിന് കാരണക്കാരും മറ്റാരുമല്ല കുഞ്ഞാനെ, ഈയും നാസർക്കും തന്നെയാണ്, അതിലൊരു സംശയമല്ല. കാരണം ഈ തന്നെ എൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ, സംഭവം ലൈവാണ്, സമ്മതിച്ച് ലൈവാണ്. പക്ഷെ നിങ്ങൾ ആ ബോക്സ്, പ്ലെയിൻ ബോക്സ് വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾ ടിക്കറ്റ് ഇടുന്നതും ടിക്കറ്റ് മറിക്കുന്നതും മൊത്തത്തിൽ നിങ്ങൾ ലൈവായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ജെനുവിനായിരുന്നു. പക്ഷെ അതിൽ ഒരു ലോഡ് ടിക്കറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ടിക്കറ്റ് കൊണ്ടുവന്ന് ഇടുന്നത് മാത്രമാണ് ആ ലൈവില് ജനങ്ങൾ കാണുന്നത്. ബാക്കിയിലൊന്നും ജനങ്ങൾ കാണുന്നില്ല. എന്തുകൊണ്ട്? അത് സ്റ്റാർട്ടിങ് മുതൽ ആ പ്ലെയിൻ ബോക്സിലേക്ക് ടിക്കറ്റ് ഇടുന്നത് മുതൽ അത് ഇളക്കി മറിക്കുന്നത് ഉൾപ്പെടെ ഈ ലൈവിൽ കാണിച്ചില്ല. അതിനെന്താ, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിട്ടാ, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണോ?
അതുകൊണ്ട് അങ്ങനെ 2 കാരണമായിരിക്കണം ഇപ്പൊ എനിക്ക് ആ ഫുള്ള് ലൈവ് കാണിക്കാതിരിക്കാൻ പറ്റാത്ത കാരണം എന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അതോ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ആളുകൾ കാണിച്ചതുപോലെ അടിയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് അതിന്റെ ഉള്ളിൽ തിരികെ വെച്ചതൊക്കെ ജനങ്ങൾ കാണുമെന്ന് കരുതിയത് കൊണ്ടാണോ അങ്ങനെ ചെയ്തത്? അപ്പൊ കുഞ്ഞാനെ ഇത് ഏറ്റവും വലിയ സുതാര്യമായിട്ട് ഇത് ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ, ഷാഫി ടിക്കറ്റ് എടുത്തതിന്റെ വിത്ത് പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റ്, ഈ വക കാര്യങ്ങളൊക്കെ വിത്ത് പ്രൂഫ് നിങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, അവിടെ തീർന്നു ഈ പ്രശ്നം. പക്ഷെ അത് കാണിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയാത്തിടത്തോളം കാലം നിങ്ങൾ ഈ ചെയ്തത് ജനങ്ങളെ വഞ്ചിച്ച തട്ടിപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ ഒരു സംശയമല്ല. കാരണം ആ വീഡിയോ കാണുന്ന ഏതൊരുത്തനും അത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ കുഞ്ഞാനെ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ്, ഈ ഷാഫി ആയാലും ബാംഗ്ലൂരിലെ ചങ്ങായി ആയി കഴിഞ്ഞാലും ഇവരൊക്കെ ടിക്കറ്റ് എടുത്തതിന്റെ ഡേറ്റും ആ ഡേറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, ഇനിയിപ്പോ ഷാഫിന്റെ ഇവരെ അക്കൗണ്ട് പോട്ടെ, നാസർ ഖാന്റെ അക്കൗണ്ടിലേക്ക് ഇവര് ട്രാൻസാക്ഷൻ ചെയ്തതിന്റെ പൈസ ഇട്ടതിന്റെ അക്കൗണ്ടില് ഈ പൈസ അക്കൗണ്ടിൽ റിസീവ് ആയതിന്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ ഇവര് അങ്ങോട്ട് അയച്ച പൈസയും ഒക്കെ ആയിട്ട് അതിന്റെ തെളിവുകൾ നിങ്ങൾ പുറത്തുവിടും. ആ തെളിവുകളൊന്നും എവിടേക്കും ഡിലീറ്റ് ആകാൻ പോണില്ല. വാട്സപ്പും കാര്യങ്ങളൊക്കെ നമ്മളത് ക്ലിയർ ചാറ്റും മറ്റൊന്നും മറിച്ചൊക്കെ ആയിട്ട് പോകും, ഫോൺ മാറും ഒക്കെ ചെയ്യും. പക്ഷെ ബാങ്കിലുള്ള ഈ രേഖകൾ ഉണ്ടല്ലോ, അത് ഒരിക്കലും എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്കിലും നിങ്ങൾ കാണിക്കാനും പുറത്തുവിടാനും നിങ്ങൾ തയ്യാറാവണം. അല്ലാത്തിടത്തോളം കാലം ഈ കുഞ്ഞാനും നാസർക്കയും പാടെ കൂടി ചേർന്നുകൊണ്ട്, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ ഒരു വീഡിയോയിൽ വേണ്ടിയിട്ട് മറ്റ് വീഡിയോ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ ഉൾപ്പെടെ, ആ വ്ളോഗർമാർ ഉൾപ്പെടെ ജനങ്ങൾക്ക് മുൻപിൽ എന്നും കള്ളനായിട്ട് അവശേഷിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അല്ലാതെ കൂടുതലായിട്ടൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.